ഇത് നല്ല വിശപ്പുണ്ട്. ഇപ്പോൾ മണി 2:10, 16 ഡിസംബർ 2025. 3 അപ്പം എടുത്തിട്ടുണ്ട്, കടലക്കറി കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്, 2 ചെറിയ മുട്ട പുഴുങ്ങിയതുണ്ട്, ഒരു കഷ്ണം പൊരിച്ച മീൻ, അതൊരു വലിയ പീസ് എടുത്തിട്ടുണ്ട്. അതൊക്കെ എൻ്റെ കൊതിയൊന്ന് ഇതാവാൻ വേണ്ടി എടുക്കണമെന്നുള്ളൂ, അല്ല ഡയറ്റിൻ്റെ ഭാഗമായിട്ട് എടുക്കണമെന്നല്ല. മുട്ട പുഴുങ്ങിയത് കഴിക്കാമല്ലോ. പിന്നെ ഒരു കട്ടൻ ചായ, ഈ ഒരു വലിയ ഗ്ലാസ്സിൽ ഒരു കട്ടൻ ചായയും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ മെയിൻ ഫുഡെന്ന് പറയുന്നത്. എല്ലാ ദിവസവും ഞാൻ പറഞ്ഞല്ലോ, ഫ്രൂട്ട്സ്, വെജീസ് അല്ലെങ്കിൽ വെജിറ്റബിൾസ് കാര്യങ്ങളൊക്കെ, നട്ട്സ് എല്ലാം ആഡ് ചെയ്യണം. പക്ഷേ ഇത് തുടക്കമായതുകൊണ്ട് വളരെ സിമ്പിളായിട്ട് എങ്ങനെയെങ്കിലും വണ്ണം കുറയുക എന്നുള്ളൊരു ലക്ഷ്യത്തോടെ ചെയ്യണ ഒരിതാണ്. തീരെ പട്ടിണി കിടന്ന അൾസറും അതും ഇതൊന്നും വരുത്തി വയ്ക്കാനും വയ്യ. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് പട്ടിണിയില്ല. 3 നേരം കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു നേരം ഹെവി ആയിട്ട് കഴിക്കും, ബാക്കി 2 നേരം ലൈറ്റാക്കി കഴിക്കും. ഞാൻ അത് പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. അപ്പോൾ നന്നായിട്ട് വണ്ണം കുറയണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽഡായിട്ട് ഇതെങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞു തരാം. ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു 80 kg എത്തണമെന്നാണ്. ഇപ്പോൾ ഇന്ന് നോക്കിയപ്പോൾ 92 kg ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് 80 kg എങ്കിലും മിനിമം എത്തിക്കഴിഞ്ഞാൽ ഈ ഡയറ്റ് ഞാൻ പറഞ്ഞുതരാം. ഇതിലും എല്ലാ ദിവസവും ഓരോ ഫുഡൊന്നുമല്ല, ഫുഡ് ചേഞ്ച് ചെയ്യും. നട്ട്സ്, വെജീസ്, സാലഡ്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചേഞ്ച് ചെയ്യും. കഴിക്കുന്നത് ഒരു മെയിൻ മീൽ എടുക്കും, ബാക്കി 2 ചെറിയ മീൽ കൂടെ എടുക്കുമെന്നേ ഉള്ളൂ. പക്ഷേ കഴിക്കുന്ന ഫുഡ് വ്യത്യാസപ്പെട്ടുകൊണ്ടേയിരിക്കും. അത് വീട്ടിൽ ഉണ്ടാക്കുന്ന അനുസരിച്ചും ഒക്കെ മാറിക്കൊണ്ടിരിക്കും. വീട്ടിലെ ഫുഡല്ലേ നമുക്ക് കഴിക്കാൻ പറ്റൂ. ഇതിന് വേണ്ടി ഉണ്ടാക്കുക എന്ന് പറയുന്നത് വളരെ നല്ല കാര്യമാണ്, പക്ഷേ എനിക്കത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അപ്പോൾ ഞാൻ വീട്ടിലത്തേക്കും ഉണ്ടാക്കേണ്ടി വരും, ഇതും ഉണ്ടാക്കേണ്ടി വരും. അതുകൊണ്ട് അതെനിക്ക് പാടാണ്.